ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്ന് ഓൾറെഡി ഓണം കൂടിയാണ്. അപ്പോൾ ഓണവും എൻ്റെ ബർത്ത്ഡേ ഒരുമിച്ചാണ്. പിന്നെ സാധാരണ ഈ ഒരു വൈകുന്നേരം എൻ്റെ ബർത്ത്ഡേയുടെ ദിവസം വൈകുന്നേരം രാത്രിയൊക്കെയാണ് കേക്ക് മുറിക്കുക. അപ്പോൾ എനിക്ക് ഇപ്രാവശ്യം ആഗ്രഹം 12 മണിക്ക് കേക്ക് മുറിക്കണം എന്നുള്ളത്. അപ്പം ഇപ്പോൾ സമയത്ത് 12 മണി ആവാൻ പോകുന്നു. എൻ്റെ ഏച്ചിമാർ എനിക്ക് വേണ്ടിയിട്ട് മേലെ എന്തൊക്കെയോ സർപ്രൈസ് ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പം നമുക്കത് പോയിട്ട് നോക്കിയിട്ട് വരാം. ഞാൻ ഈ 12 മണിക്ക് കേക്ക് മുറിക്കണമെന്ന് ഓൾറെഡി എല്ലാവരോടും പറഞ്ഞുകൊണ്ട് തന്നെ രാത്രി ഞാൻ നോക്കുമ്പോൾ ഏച്ചിമാരൊക്കെ റൂമൊക്കെ അടച്ചിട്ട് എന്തൊക്കെയോ ഒരു സർപ്രൈസ് ഒരുക്കുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇവരെൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ പരിപാടി ഒപ്പിക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേങ്കിൽ ഇവർക്ക് ഇത്ര നല്ല വൃത്തിക്ക് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ അറിയാമെന്ന് എനിക്ക് ഇന്നലെയാണ് കേട്ടോ മനസ്സിലായത്. ഇതാണ് ഏച്ചിമാർ എനിക്ക് വേണ്ടി ചെയ്ത ഡെക്കറേഷൻസ്. നന്നായിട്ടുണ്ട് ചേച്ചി. ഞാൻ ശരിക്കും വൈകുന്നേരമാണ് മുറിക്കുവാന്ന് വെച്ചിട്ട് അച്ഛനും അമ്മക്കും അന്ന് ആ രാത്രി കൊണ്ട് പ്രത്യേകിച്ച് എനിക്കൊരു ഗിഫ്റ്റും മേടിച്ചിടാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവരൊക്കെ എനിക്ക് കൈനീട്ടം തന്നു. പക്ഷെങ്കിൽ ഏച്ചിമാർ രണ്ടായാലും സർപ്രൈസ് ആക്കിയിട്ട് ഗിഫ്റ്റും ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഏച്ചിന്റെ ഗിഫ്റ്റ് ഗൈസ്, അടുത്ത രണ്ടാമത്തെ ഏച്ചിയുടെ ഇത് ഡ്രസ്. Thank you. നിങ്ങൾ എന്തിക്കുന്നുണ്ടാവും ഈ സർപ്രൈസ് ആയിട്ട് ഞാൻ എങ്ങനെയാണ് ഈ ഡ്രസ്സൊക്കെ ഇട്ട് നിന്നത് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഈ 12 മണിക്ക് എപ്പോഴും കേക്ക് മുറിക്കുമ്പോൾ നല്ല ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ഒരു ഫോട്ടോ എടുത്തപ്പോഴും സ്റ്റോറിയൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിൽക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി അതിന് വേണ്ടി കീണതാണ്. കേക്ക് മുറിക്കുമല്ലോ എന്തായാലും. പക്ഷേങ്കിൽ ഇവരിങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ ഇവർക്ക് എൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ആക്കി തന്നോണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹായ് ഗായ്സ്, അപ്പം 12 മണിക്ക് ഞാൻ കേക്കൊക്കെ മുറിച്ച് ഡ്രസ്സും മാറ്റി അപ്പാട് കിടന്നുറങ്ങി. വീഡിയോ എടുക്കാൻ മറന്നു, ഇപ്പോൾ ഓർമ്മ ഉണ്ട്. അപ്പം ഞാനിപ്പോൾ രാവിലെ തന്നെ എണീച്ചു, കുളിച്ചു. നമ്മൾ പൂക്കളിടാൻ പോവുകയാണ്. ഇതാ റോക്സ്. ഹായ് റോച്ചു. റോച്ചിനെ വിളിക്കുന്നത് ചോച്ചുവിന് ഫുഡ് കൊടുക്കുകയാണ്. ഫുഡ് ഇങ്ങനെ നമ്മൾ കുഞ്ഞിക്കുട്ടിയെ കൊടുക്കുന്ന പോലെ വായിൽ ഉന്തി കയറ്റി കൊടുത്താൽ മാത്രമേ കഴിക്കില്ല. കഴിക്കില്ല. മുട്ടയാണ് ഫുഡ്. നമ്മൾ ഇത് പൂക്കളൊക്കെ മുറിച്ചിടുന്നേ ഉള്ളൂ. ഇനി ഞാൻ വരച്ചിട്ട് വേണം എല്ലാവർക്കും ഇടാൻ തുടങ്ങാൻ. അപ്പം ഞാൻ വരച്ചിട്ട് വരാം. ഞാൻ എങ്ങനെയായാലും ഈ പൂക്കളത്തിൻ്റെ ഔട്ടർ വരക്കാൻ മാത്രമായിട്ട് ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ എന്തായാലും എടുക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം അത്ര വലിയ ടഫ് ഡിസൈനൊന്നും എടുത്തിട്ട് കോംപ്ലിക്കേറ്റഡ് ആവണ്ട, ഭയങ്കര സിമ്പിളായിട്ടുള്ള ഡിസൈൻ വരക്കാമെന്ന് വെച്ചിട്ട് ഇത് വരച്ചേരാണ് എൻ്റെ വീട്ടുകാരൊക്കെ പറഞ്ഞത് ഇത് ഭയങ്കര സിമ്പിളായി പോയല്ലോ, വേറെ ഡിസൈൻ എടുത്തൂടെ എന്നുള്ളത്. അങ്ങനെ നമ്മളിപ്പം വരച്ചു കഴിഞ്ഞു. കാണിച്ചു തരാം. കണ്ടോ, സമയം ഇപ്പം ഏകദേശം 9 മണിയായി. നമ്മൾ എപ്പോഴത്തെയും പോലെ തന്നെ നല്ല ലേറ്റായി പോയി. ഉറങ്ങി എണീക്കാൻ ലേറ്റ് ആയതുകൊണ്ട് പൂടാനും ലേറ്റായി. അപ്പം നല്ല വെയിലുണ്ട്. അപ്പോൾ വെയിൽ ഇനി വരുന്നതിന് മുന്നേ ഒരു 10:30-ക്കുള്ളിൽ തീർക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമുക്ക് വേഗം പോയിട്ട് പൂട്ടിട്ട് വരാം. സംഭവം ഞാൻ വിചാരിച്ചു ഇന്നലെ ഉത്രാട ദിനത്തിനൊക്കെ ഈ വരയ്ക്കാനും പൂടാനും എല്ലാം ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഏച്ചിയൊക്കെ എന്നെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ആക്കിയിട്ട് എവിടെയെങ്കിലും പോവും. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം ഏച്ചിമാരൊക്കെ പൂവൊക്കെ ഒരുക്കി വെക്കട്ടെ, എന്നിട്ട് മെല്ലെ എണീക്കാം. പക്ഷേങ്കിൽ ഇവർ എന്നെക്കാട്ടി ബെറ്റർ ആയിട്ട് ഇവരും എണീച്ചില്ല, ഞാനും അതുകൊണ്ട് എണീച്ചില്ല. അങ്ങനെ ലേറ്റ് ആയിട്ടാണ് കേട്ടോ എല്ലാവരും എണീച്ചത്. ഇവിടുന്ന് മറ്റേ മക്കൾക്ക് പ്രാണവേദന, അമ്മക്ക് വീണവായന പറയുന്ന പോലെ നമ്മൾ പണിയെടുക്കുമ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നതാ. നമ്മളിവിടെ ഓണം ഇടുന്നു. ഓണം കഴിഞ്ഞിട്ടില്ല, എന്നിട്ടും ഇതാ ഒറ്റക്ക് തിന്നിട്ട് പോന്നോ. ബായ്. റോച്ചുവിന്റെ കുഞ്ഞി കസേര ഞാൻ കാണിച്ചുതരാം. അവർക്ക് പറ്റിയ ബെഡ് കസേര കണ്ട അതിൽ ഒതുങ്ങി ചുരുണ്ട് കിടക്കുന്ന റോച്ചു. അങ്ങനെ നമ്മളുടെ ഓണം ഇപ്പോൾ അത്യാവശ്യം കംപ്ലീറ്റ് ആയി. ഇനി ഒരു ഓർഡർ കൂടി കൊടുക്കാനുണ്ട്. അപ്പം എൻ്റെ ചേച്ചി എനിക്ക് ഫുഡ് വിശക്കുന്നതുകൊണ്ട് എനിക്ക് ഫുഡ് വാരി തരുന്ന. നമുക്കിന്ന് രാവിലെ കഴിക്കാൻ ഇഡലിയും സാമ്പാറും ചട്നിയും. എൻ്റെ ഏട്ടൻ റോച്ചുവിനെ കെട്ടിയിട്ടോണ്ട് അവളെ കളിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയോ ഈ കെട്ടഴിക്കാൻ നോക്കുന്നതാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. 10:30-ക്ക് തീർക്കണം എന്ന് പറഞ്ഞ പൂവ് ഇപ്പം 11:30 12 മണി ആവാനായാലും തീർന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ പൂക്കളം. ഹാപ്പി ഓണം.
ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. അതായത് ഇന്ന് നമുക്ക് എന്താ സ്പെഷ്യൽ എന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു മിനിറ്റ് ഗൈസ്, നമുക്കിന്ന് പ്രഥമൻ പായസമാണ്. അപ്പം അതിൻ്റെ എന്താ ഉണ്ടാക്കുന്നത്? തേങ്ങാപ്പാൽ. എനിക്ക് പൊതുവെ പ്രഥമൻ പായസം ഇഷ്ടമല്ല. അപ്പം സാധാരണ നമ്മൾ എപ്പോഴും പാലിടാണ് ഉണ്ടാക്കാറ്. നമ്മൾ 9ാമത്തെ ഓണത്തിന് ഈ പ്രഥമനാക്കിയിട്ട് 10ാമത്തെ ഓണത്തിന് പാലടയാക്കും. അപ്പം ഇപ്രാവശ്യം 9ാമത്തെ ഓണത്തിന് പായസം വെച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചത് അമ്മ പറഞ്ഞു 10ാമത്തെ ഓണത്തിന് പ്രഥമൻ വെക്കുക എന്നുള്ളത്. ഇനി പാലട വേറെ എപ്പെങ്കിലും വെക്കുമായിരിക്കും. അപ്പം ഇതിപ്പം ഇവിടെ ബിരിയാണീൻ്റെ മസാല ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, അത് കാണിച്ചുതരാം. ഈ തെക്കോട്ടൊക്കെ പോയാൽ അവിടെ ഓണത്തിന് സദ്യ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മളെ സാമ്പാർ, കുറേ വിഭവങ്ങൾ അതൊക്കെയാണ് കേട്ടോ. നമ്മൾ ഈ വടക്കോട്ടേക്ക് വന്നാൽ സദ്യ എന്ന് വെച്ചാൽ നമുക്ക് ഓണമായാലും വിഷു ആയാലും നമുക്ക് ഈ സദ്യ അല്ലെങ്കിൽ സ്പെഷ്യൽ ഫുഡ് എന്ന് പറഞ്ഞാൽ ഈ ബിരിയാണി, ചിക്കൻ പൊരിച്ചത് ഇതൊക്കെയാണ്. കാരണം നമുക്ക് ഈ ബിരിയാണി എന്ന് വെച്ചാൽ അങ്ങനെ കുറച്ച് റയറായിട്ട് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കും ഇങ്ങനെ വല്ല പരിപാടിയൊക്കെ വരുമ്പോൾ. അതുകൊണ്ട് നമ്മൾ ഈ ഓണത്തിനും വിഷുക്കൊക്കെ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കാറ്. പക്ഷെങ്കിൽ ബിരിയാണി ആയാലും സദ്യ ആയാലും എന്തായാലും നമുക്ക് ഈ ഫസ്റ്റ് തന്നെ ഒരു ഇലയിട്ട് അതിൽ പപ്പടം, പഞ്ചസാര, നെയ്യ് ഒക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ നമ്മളെ കുടുംബക്കാരെല്ലാവരും ഒരുമിച്ചിരുന്ന് കുഴച്ച് കഴിക്കുന്നത് നിർബന്ധമാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു പാലട പായസം കൂടി ഉണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ഒരു വേറെ ലെവൽ തന്നെ ആയിരിക്കും. നമ്മൾ എന്ത് തിന്നുന്നു എന്നുള്ളതിലല്ല, നമ്മളത് എങ്ങനെ തിന്നുന്നു എന്നുള്ളതിലാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ നമ്മളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കുഴച്ച് തിന്നുന്നൊക്കെ കണ്ടിട്ട് എന്തോ വലിയ കാര്യമായിട്ട് തിന്നുന്നതാണെന്ന് വെച്ചിട്ട് നോക്കാൻ വന്നതാണ് കേട്ടോ റോച്ചു. ഈ നോട്ടൊക്കെ കണ്ടാൽ നിങ്ങൾ ഇന്ത്യക്കും ഇതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണുള്ളത്. ഈ പപ്പടവും പഴവും പഞ്ചസാരയും ഒന്നും ഇത് കഴിക്കുമെന്നില്ല. പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നത് ചിക്കൻ്റെ മട എങ്ങനെ അടിച്ചിട്ടാണ് ഇവിടെ വന്നിങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ കുഴച്ച് കഴിഞ്ഞപാട് ആ ഇലയിൽ തന്നെ ബിരിയാണി വിളമ്പി. എനിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ്. ആ ഇലയിൽ തന്നെ ബിരിയാണി വിളമ്പി വരും. ചോറ് ഫുൾ മതിരിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഇലയിൽ ബിരിയാണി വിളമ്പിയിട്ട് തുടങ്ങുമ്പോഴേക്ക് ഇത് ഇവരെല്ലാം ഓൾറെഡി തിന്ന് കഴിയാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനാണ് ഏറ്റവും ലാസ്റ്റ് തിന്നുന്നത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, വയറ് നിറഞ്ഞു. ഞാൻ മേലത്തേക്ക് വന്നിട്ടുണ്ട്. എനിക്ക് ഇന്നലെ ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇന്നലെ ഏച്ചിമാർ തന്ന സമയത്ത് ഞാൻ മേടിച്ച് വെച്ചെന്നല്ലാണ്ട് ഇതിനുള്ള എന്താണെന്ന് ഞാൻ തന്നെ നോക്കിയിട്ടില്ല. അപ്പം നമുക്ക് എന്തൊക്കെയുള്ളത് നോക്കാം. ഇത് ഒരു ഏച്ചി തന്നത് സ്നിക്കേഴ്സ് ഉണ്ട്, കിറ്റ്കാറ്റ്, ഡയറി മിൽക്ക്, ഇത് ഏതോ ഒരു ചോക്ലേറ്റ് ആണ്. പിന്നെ മഞ്ച്, സ്നിക്കേഴ്സ്, കിൻഡർ ജോയ്, കിറ്റ്കാറ്റ് തന്നെയാണ് കുറേ ഉള്ളത്. എനിക്ക് ഒരാളിങ്ങനെ ഗിഫ്റ്റൊക്കെ കിട്ടുമ്പോൾ എനിക്കതിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ സ്കിൻ കെയർ ഐറ്റംസ്, ചോക്ലേറ്റ്സ് ഒക്കെ ഗിഫ്റ്റായിട്ട് തരുന്നതാണ് കേട്ടോ. അല്ലാണ്ട് ഈ ഫ്രെയിം കുറച്ച് മിച്ച ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ തരുന്നതിനും കാട്ടി എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനത്തെയാണ്. അതുകൊണ്ടാണ് എൻ്റെ ഒരു ഏച്ചി എനിക്കിങ്ങനത്തെ ചോക്ലേറ്റ്സും വേറൊരു ഏച്ചി എനിക്കിങ്ങനത്തെ സ്കിൻ കെയറിൻ്റെ ഒരു കിറ്റും തന്നത്. ഞാനിപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് കേട്ടോ പ്ലം. അപ്പം അതുകൊണ്ടാണ് ഏച്ചി എനിക്ക് പ്ലമ്മിൻ്റെ സ്കിൻ കെയർ ഐറ്റംസ് തന്നെ തന്നത്. ഇത് നമുക്ക് എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. പൊട്ടിക്കണം. പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസർ, പിന്നെ ഫേസ് വാഷ്, ദെൻ നിയാസിനിബിൻ്റെ. പിന്നെ എന്തായാലും ഇവിടെ വരെ വന്നിട്ട് ചോക്ലേറ്റ്സ് ഒക്കെ നോക്കിയോണ്ട് എനിക്ക് വേണ്ടാനിട്ടും ഞാനൊരു മഞ്ചെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 2-3 ആഴ്ചയായിട്ട് ഞാൻ ഫുൾ ടൈം ഈ ഒരു മധുരം കഴിച്ച് ഞാനിപ്പോൾ മടുത്തു. അങ്ങനെ അതും കഴിച്ച് താഴേക്ക് പോകുമ്പോഴേക്കും അമ്മ നല്ല പ്രഥമൻ പായസമൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കുടിച്ചിട്ട് ഞാൻ പിന്നെ നല്ല ഉറക്കമായിരുന്നു. ശരിക്കും വൈകുന്നേരം ബീച്ചിൽ പോകണമെന്ന് വിചാരിച്ചു. നമ്മൾ എല്ലാ വിഷുക്കും ഓണത്തിനൊക്കെ ബീച്ചിൽ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം അങ്ങനെ പോകണമെന്ന് വിചാരിച്ച് പക്ഷേ പോയിട്ടില്ല. ഒന്നാമത്തെ കാരണം എന്തോ ഒരു മടിയാണ്. അപ്പം നമ്മളിതെങ്ങനെ വേറെ പുറത്തിങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിരിക്കുന്നതാണ്. അപ്പോഴാണ് എൻ്റെ ചേച്ചീൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് എനിക്കിതേ ബർത്ത്ഡേ ആയതുകൊണ്ട് ചോക്ലേറ്റ്സും ഐസ്ക്രീമും ഒക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ എനിക്ക് പ്രതീക്ഷിക്കാണ്ട് ഗിഫ്റ്റൊക്കെ കിട്ടിയതിൻ്റെ ഭാഗം ഞാൻ ഭയങ്കര ഹാപ്പി. ഇവർ കൊണ്ടുവന്ന ഐസ്ക്രീം ഇവരെ കൊണ്ട് തന്നെ കുടിപ്പിച്ചൊക്കെ ശേഷം അമ്മ ഇതേ ഫ്രഷ് ആയിട്ട് അമ്മയുടെ ബിസിനസ് കച്ചവടം തുടങ്ങി. ഇപ്രാവശ്യത്തെ ഓണത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇപ്പോഴത്തെ ഓണം നല്ലതായിരുന്നു. പക്ഷേ എങ്കിലും രാവിലെ തന്നെ മഴയായതുകൊണ്ട് ഒരു ഉഷാറ് കുറവായി. കുട്ടിക്കാലത്തെ ഓണമായിരുന്നു നല്ലത്.
പൂ പറിക്കാൻ പോയിട്ട് ഊഞ്ഞാലാടിയിട്ടെല്ലാം നല്ല ഓണം. എൻ്റെ ബർത്ത്ഡേനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എൻ്റെ മോളെ ബർത്ത്ഡേ ആണിത്. ഇത്ര നല്ല മോളെ കിട്ടിയതിൽ സന്തോഷം. ഐശ്വര്യമുള്ള മോളാണ്, ഭാഗ്യവതിയാണ്. പൂക്കോടയൊക്കെ എടുത്തിട്ട് എന്തിനോ വേണ്ടി നിൽക്കുന്ന ശകുന്തളയെ കാണിച്ചുതരാം ഗൈസ്. അങ്ങനെ ഇപ്രാവശ്യം ഓണം സെലിബ്രേഷൻ എന്ന് പറയാൻ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. എല്ലാവരും എണീച്ചു, പൂക്കളിട്ടു, ഒരു ഫുഡ് കഴിച്ചു, ബിരിയാണി കഴിച്ചു, അല്ലാണ്ട് നമുക്ക് കാര്യമായിട്ടൊന്നും ഇല്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു ഓണത്തിന് ഇങ്ങനെ ഫുൾ ഡേ വീട്ടിലിരുന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓണവും ബർത്ത്ഡേ ആയിട്ട് അമ്പലത്തിൽ പോയിട്ടില്ല, ബീച്ചിൽ പോയിട്ടില്ല, എവിടെയും പോയിട്ടില്ല. ഇപ്പം എനിക്കിങ്ങനെ ആലോചിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയാൽ മതിയായിരുന്നു തോന്നുന്നുണ്ട്. അപ്പം നമുക്കിനി എന്തായാലും അടുത്ത പരിപാടി സെറ്റാക്കാം. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.